ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇന്ന് വീണ്ടും നമ്മൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്, എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. SMS എന്നുള്ള സാധനം ആരും മറക്കരുത്. സാനിറ്റൈസ് ചെയ്യാനും അതേപോലെ മാസ്ക് ഉപയോഗിക്കാനും അതേപോലെ അകലം, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഈ വക കാര്യങ്ങളൊന്നും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളുടെ ക്ലാസ്സസും നടന്നു പോകാനുള്ളതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉള്ളൊരു ടോപ്പിക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ്. വേറെ ഒന്നുമല്ല, ബയോളജി ഓഫ് ടൂത്ത് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബയോളജി ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, so orthodontic treatment is made possible by the fact that teeth can be moved through the alveolar bone by applying appropriate forces. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഫോഴ്സ് പല്ലിൻ്റെ മുകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം കൊണ്ട് പല്ലിന് ആൽവെലർ ബോണിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഓർത്തഡോണ്ടിക്സിൻ്റെ തന്നെ ഒരു വിജയം എന്ന് പറയുന്നത്. വിജയം എന്നല്ല, ഓർത്തഡോണ്ടിക്സിൻ്റെ നിലനിൽപ്പ് തന്നെ ആ ഒരു പോസിബിലിറ്റീൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു തോതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ആയിട്ടുള്ള ഒരു കാര്യം വായിക്കാത്ത നടക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ടൂത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദി ഏർലിയർ പ്രിമിറ്റീവ് ആനിമൽസ് സച്ച് ആസ് റെപ്റ്റൈൽസ് ഹാഡ് ടീത്ത് ദാറ്റ് വെർ ആങ്കൈലോസ്ഡ്. അപ്പോൾ ഒരു പൂർവികരുടെ ഒരു കാലം, ഇപ്പോൾ അത്ര ഒരു പഴയ കാലത്തുള്ളൊരു ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു റെപ്റ്റൈൽസിനും ഒക്കെയും അവരുടെ പല്ലുകൾ ആങ്കൈലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ, ആങ്കൈലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് ഈസ് ഫ്യൂസ്ഡ് വിത്ത് ദി ആൽവെലർ ബോൺ, ആൽവെലർ ബോണിൻ്റെ മുകളിൽ ഫ്യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടൂത്ത് മൂവ്മെൻറ്റ് പോസിബിൾ ആയിരുന്നില്ല. പക്ഷേ ഡ്യൂറിംഗ് ദി പ്രോസസ് ഓഫ് ഇവല്യൂഷൻ ദി പെരിഡോണ്ടൽ ലിഗമെന്റ് അപ്പിയർഡ് ബിറ്റ്വീൻ ദി ടീത്ത് ആൻഡ് ദി ആൽവെലർ സോക്കറ്റ് ആൻഡ് ദി അപ്പിയറൻസ് ഓഫ് ദിസ് പെരിഡോണ്ടൽ ടിഷ്യൂസ് എനേബിൾഡ് ഇൻഡിപെൻഡൻറ്റ് ടൂത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ കാലക്രമേണ ഒരു ഇവല്യൂഷൻ നടക്കുന്ന ഒരു സമയത്ത് എന്ത് വന്നു, പെരിഡോണ്ടൽ ലിഗമെന്റ്സിൻ്റെ സാന്നിധ്യം വന്നു. അങ്ങനെ വൺസ് പെരിഡോണ്ടൽ ലിഗമെന്റ്സ് വന്നത് കാരണം കൊണ്ട് പിന്നെ പല്ലുകൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടൂത്ത് മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടും വന്നു. ആൻഡ് ദി ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഈസ് പോസിബിൾ ഡ്യൂ ടു ദി ഫാക്ട് ദാറ്റ് വെനെവർ എ പ്രൊലോങ്ഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ടൂത്ത്, ബോൺ റീമോഡലിംഗ് ഒക്കേഴ്സ് അറൌണ്ട് ദ ടൂത്ത് റിസൾട്ടിങ് ഇൻ ഇറ്റ്സ് മൂവ്മെൻറ്റ്. അതായത് പല്ലിൻ്റെ മുകളിൽ നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൽവെലർ ബോണിന് ഒരു റീമോഡലിംഗ് പ്രോസസ്സ് സംഭവിക്കും എന്നുള്ളതും ആ ഒരു പ്രോസസ്സ് കാരണം കൊണ്ട് തന്നെ എന്താണ്, പല്ലിന് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ച്യൂ ചെയ്യുന്ന സമയത്തും നമ്മളിങ്ങനെ ബൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയും പല്ലിന് ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ട്. ഈ ഒരു ചെറിയ തോതിലുള്ള ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ ടൈപ്പ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് 3 ടൈപ്പ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ്സ് ആണുള്ളത്. ഫിസിയോളജിക്കൽ ഉണ്ട്, പാത്തോളജിക്കൽ ഉണ്ട്, ഓർത്തഡോണ്ടിക് ടൂത്ത് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫിസിയോളജിക്കൽ ടൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി മൂവ്മെൻറ്റ്സ് ദാറ്റ് ആർ നാച്ചുറലി ഓക്കറിംഗ് ടൂത്ത് മൂവ്മെൻറ്റ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ടൂത്ത് ഇറപ്ഷൻ. ഡ്യൂറിങ് ടൂത്ത് ഇറപ്ഷൻ്റെ സമയത്തും ആഫ്റ്റർ ടൂത്ത് ഇറപ്ഷനും സമയത്തും വായിക്കകത്ത് നോർമലി നാച്ചുറലി എന്തൊക്കെ ടൈപ്പ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ടോ അതാണ് ഫിസിയോളജിക്കൽ ടൂത്ത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിയോളജിക് ടൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. So it can be broadly divided into 3 categories. One is tooth eruption, migration or drift of teeth, and changes in tooth position during mastication. ഒന്ന് ടൂത്ത് ഇറപ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു മൂവ്മെൻറ്റിനെ പറയുന്നതാണ്. രണ്ടാമത്തത് മൈഗ്രേഷൻ്റെ സമയത്ത്, അതായത് ഒരു ഭാഗത്ത് പല്ലില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പല്ല് പതുക്കെ ചെരിഞ്ഞ് വരുന്ന ആ ഒരു മൈഗ്രേഷൻ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് ചേഞ്ചസ് ഓഫ് ടൂത്ത് പൊസിഷൻ ഡ്യൂറിങ് ദി മാസ്റ്റിക്കേഷൻ, അതായത് കടിക്കുന്ന സമയത്തുള്ള ആ ഒരു ചേഞ്ച്. ഈ ടൂത്ത് ഇറപ്ഷൻ എന്താണെന്ന് നോക്കിയോ. ടൂത്ത് ഇറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആക്സിയൽ മൂവ്മെന്റ് ഓഫ് ദ ടൂത്ത് ഫ്രം ഇറ്റ്സ് ഡെവലപ്മെന്റൽ പൊസിഷൻ ഇൻ ദ ജോ ടു ഇറ്റ്സ് ഫൈനൽ പൊസിഷൻ ഇൻ ദി ഓറൽ കാവിറ്റി. അപ്പോൾ ആ ഒരു ഡെവലപ്മെന്റൽ സമയത്ത് ആ ഒരു ബഡ് സ്റ്റേജ് ഒക്കെ ആയിട്ട് നമ്മുടെ ബോണിനകത്തുള്ള ഒരു ബഡ് ഫോമിനകത്തുനിന്ന് പിന്നെ അത് പതുക്കെ പതുക്കെ പൊന്തി വന്നിട്ട് ടൂത്തിലേക്ക് ഇറപ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു മൂവ്മെന്റ്, അതിനെയാണ് നമ്മൾ ടൂത്ത് ഇറപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൂത്ത് ഇറപ്റ്റീവ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് തിയറീസ് പറയുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഒരു പല്ല് വായ്ക്കകത്തേക്ക് മുളച്ച് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ തിയറീസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ തിയറി ഉണ്ട്, റൂട്ട് ഗ്രോത്ത് തിയറി ഉണ്ട്, ഹാമോക്ക് ലിഗമെന്റ് തിയറി ഉണ്ട്, പെരിഡോണ്ടൽ ട്രാക്ഷൻ ഉണ്ട്, ഇൻട്രാപൾപ്പൽ തിയറി, ആൽവെലാർ ബോൺ ഗ്രോത്ത് ആൻഡ് ഡെന്റൽ ഫോളിക്കിൾ. അപ്പോൾ ഇത്രയധികം തിയറീസ് ഉണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കുറച്ച് തിയറീസ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി blood pressure theory or hydrostatic pressure theory.
ഇതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൂത്ത് ഫോം ആവുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തേക്ക് എന്ത് ഫോം ചെയ്യും? അതിൻ്റെ ആ ഒരു ഫ്രോമിനകത്ത് കൂടെ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യും. അപ്പോൾ വൺസ് ഈ ബ്ലഡ് വെസൽസ് ഫോം ആവുന്ന സമയത്ത് ബ്ലഡ് വെസൽസ് ഫുള്ളായിട്ട് അതിനകത്തേക്ക് ഫോം ആയി കഴിഞ്ഞാൽ അതിനകത്ത് കൂടെ ആ ഒരു ബ്ലഡ് സപ്ലൈ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ബ്ലഡിന് വക ഒരു അപ്പേക്കലിൽ ഒരു ചെറിയൊരു പുഷ് കൊടുത്തുകൊണ്ടിരിക്കും മുകളിലേക്ക്, അല്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദ ടിഷ്യൂ അറൌണ്ട് ദി ഡെവലപ്പിംഗ് എൻഡ് ഓഫ് ദ root is highly vascular and this vascular pressure is believed to cause the axial movement of the teeth. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ആ ഒരു ബ്ലഡ് പ്രഷർ കാരണം കൊണ്ട് ആ ഭാഗത്തുള്ള ഒരു വാസ്കുലാരിറ്റി കാരണം അത് ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ മുകളിലേക്ക് പുഷ് ചെയ്യുന്ന കാരണം കൊണ്ട് ആ ഒരു ഫോഴ്സ് കാരണം കൊണ്ടാണ് ടൂത്ത് ഓറൽ ക്യാവിറ്റിയിലേക്ക് ഇറപ്റ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് ബ്ലഡ് പ്രഷർ തിയറി അഥവാ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ തിയറി പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ടൂത്തിൻ്റെ റൂട്ടിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബ്ലഡ് വെസൽസിൻ്റെ ആ ഭാഗത്തുള്ള ആ ഒരു പ്രഷർ അത് കാരണം കൊണ്ടാണ് എന്ത് വരുന്നത്, ടൂത്ത് ഒക്ലൂസലി ഇറപ്റ്റ് ചെയ്തിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദി റൂട്ട് ഗ്രോത്ത് തിയറി. റൂട്ട് എന്നാണ് കേട്ടോ അത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദി പ്രൊപ്പോണൻസ് ഓഫ് ദിസ് തിയറി, the apical growth of root results in an axillary directed force that brings about the eruption of the teeth. അതായത് റൂട്ട് അടിയിലേക്ക് ഗ്രോ ചെയ്യുമ്പോൾ അടിയിലേക്കുള്ള പുഷ് കാരണം കൊണ്ട് എന്താണ് ക്രൗൺ മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? റൂട്ട് അടിയിലേക്ക് ഗ്രോ ചെയ്യുന്ന സമയത്ത് ക്രൗൺ മുകളിലേക്ക് വരിക, റൂട്ട് അടിയിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ക്രൗൺ മുകളിലേക്ക് വരിക. അപ്പോൾ അതാണ് ഈ ഒരു തിയറി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ദിസ് തിയറി ഹാസ് നോട്ട് ബീൻ അക്സെപ്റ്റഡ് ഫോർ എ നമ്പർ ഓഫ് റീസൺസ്. ദാറ്റ് ഈസ് ദ teeth move a greater distance during eruption than the increase in the root length. അതായത് ആ ഒരു റൂട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ എന്തുണ്ട്, റൂട്ട് നല്ലൊരു തോതിലുള്ള ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു തിയറി പറയുന്നത്. പിന്നെ ഒരെണ്ണം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ടീത്ത് മൂവ്ഡ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഡ്യൂറിങ് ദി ഇറപ്ഷൻ ദാൻ ദി ഇൻക്രീസ് ഇൻ ദി റൂട്ട് ലെങ്ത്. അപ്പോൾ ഇറപ്റ്റ് ചെയ്യുന്ന സമയത്ത് റൂട്ട് ലെങ്തിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് എന്ത് വരുന്നുണ്ട്, ടൂത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇൻ അഡീഷൻ ദി ഓൺസെറ്റ് ഓഫ് ദി റൂട്ട് ഗ്രോത്ത് ആൻഡ് ഇറപ്ഷൻ ഡു നോട്ട് സീംസ് ടു കോൺസൈഡ്. അതായത് റൂട്ട് ഗ്രോത്തും ഈ ഒരു ഇറപ്ഷൻ്റെ ഈ ഒരു ഡിസ്റ്റൻസും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഒരു കോയിൻസിഡൻസ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല. കാരണം റൂട്ടിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് ലേറ്റർ സ്റ്റേജസിലാണ്. വൺസ് എന്താ പറയുക ആൽവെലർ ബോണിൻ്റെ മുകളിലേക്ക് വയ്ക്കും കറക്റ്റ് ഒക്ലൂസൽ ലെവലിൽ വന്നതിന് ശേഷം റൂട്ട് അടിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്തൊന്നും ഇത് മുകളിലേക്ക് വരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് ഇത് കൂടുതലായിട്ടും അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുന്നത്. ആൻഡ് ദ ടീത്ത് ദാറ്റ് ആർ മാൽഫോംഡ് ആൻഡ് ലാക്ക് റൂട്ട് ഓൾസോ ഇറപ്റ്റ്സ് ഇൻ എ നമ്പർ ഓഫ് കേസസ്. മനസ്സിലായി? അപ്പോൾ ഇത്രയും കാരണം കൊണ്ട് തന്നെ ഇത് വൈഡ്ലി അക്സെപ്റ്റബിൾ അല്ല. അടുത്തത് ഹാമോക്ക് ലിഗമെന്റ്. So according to Seizure, a band of fibrous tissues exist below the root apex, spanning from one side of the alveolar wall to the other. അപ്പോൾ റൂട്ട് അപെക്സിൻ്റെ മുകളിൽ കുറേ ഫൈബ്രസ് ടിഷ്യൂസ് തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ദീസ് ഫൈബ്രസ് ടിഷ്യൂസ് അപ്പിയേഴ്സ് ടു form a network below the developing root and is rich in fluid droplets. So the developing root forces the tissues against this band of tissues, which in turn applies an occlusally directed force on the tooth. അപ്പോൾ ഹാങ്മോക്ക് ലിഗമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫൈബ്രസ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് ഫൈബ്രസ് ടിഷ്യൂസ് ഈ റൂട്ടിൻ്റെ ലൈനിങ്ങിനകത്ത് ഒരു ആൽവെലർ ബോണിൻ്റെ ആ ഒരു സോക്കറ്റിൻ്റെ ലൈനിങ്ങിനകത്തുണ്ട്. അപ്പോൾ റൂട്ട് താഴത്തേക്ക് പ്രഷർ കൊടുക്കുന്ന സമയത്ത് അതിനുള്ളൊരു കൗണ്ടർ ഫോഴ്സ് ആയിട്ട് എന്ത് വരും, ഹാമോക്ക് ലിഗമെന്റ് തിരിച്ച് ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പ്രഷർ കാരണം കൊണ്ടാണ് ഒക്ലൂസലി ടൂത്ത് വരുന്നതെന്നാണ് ഹാമോക്ക് ലിഗമെന്റ് തിയറി പറയുന്നത്. അടുത്ത് വരുന്നതാണ് പെരിഡോണ്ടൽ ലിഗമെന്റ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദി പെരിഡോണ്ടൽ ലിഗമെന്റ് ഈസ് റിച്ച് ഇൻ ഫൈബറസ് ദാറ്റ് കണ്ടെയ്ൻസ് a contractile tissue. So the contraction of these periodontal fibers, mainly the oblique group of fibers, results in axial movement of the tooth. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഒരു പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ആൽവെലർ ക്രസ്റ്റ് ഫൈബേഴ്സ് കാണാം, ഹൊറിസോണ്ടലി പ്ലേസ്ഡ് ഫൈബേഴ്സ് കാണാം, ഇന്റർറാഡിക്കുലർ ഫൈബേഴ്സ് കാണാം, ഒബ്ലീക്ക് ഫൈബേഴ്സ് കാണാം, ആൻഡ് അപ്പൈക്കൽ ഫൈബേഴ്സ് കാണാം. അപ്പോൾ അതിനകത്ത് ഈ ഒബ്ലീക്ക് ഫൈബേഴ്സും അതേപോലെ ആ ഒരു ആൽവെലർ ക്രസ്റ്റ് ഫൈബേഴ്സും അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ തന്നെ അടിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു കോൺട്രാക്ടൈൽ പവർ കാരണം കൊണ്ട് എന്ത് വരും, ഈ ഒരു പല്ല് മുകളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതാണ് പെരിഡോണ്ടൽ ട്രാക്ഷൻ തിയറി പറയുന്നത്. പിന്നെ ബാക്കിയുള്ള തിയറീസ് ലൈക്ക് ഇൻട്രാപൾപ്പൽ തിയറി. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഴ്സ് ഡ്യൂ ടു പ്രഷർ വിത്തിൻ ദി പൾപ്പ്. അപ്പോൾ പൾപ്പിനകത്തുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോൻ്റെ ഒരു പ്രഷർ കാരണം കൊണ്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇൻട്രാപൾപ്പൽ തിയറി പറയുന്നത്. പിന്നെ ആൽവെലർ ബോൺ ഗ്രോത്ത് കാരണം കൊണ്ട് വരുന്നു എന്നുള്ളതാണ് ആൽവെലർ ബോൺ ഗ്രോത്തിൻ്റെ പറയുന്നത്. പിന്നെ ടൂത്ത് ഫോളിക്കൽ തിയറി, ഇത് മോക്സ് അക്സെപ്റ്റഡ് ആണ്.
So dental follicle is responsible for tooth eruption. So the developing tooth, when enucleated out, it is placed in a നോർമൽ ഇറപ്ഷൻ. അതായത് എനുക്ലിയേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു എന്താ പറയുക സിലിക്ക റെപ്ലിക്ക ഇസ് പ്ലേസ്ഡ് ഇൻ നോർമൽ ടൂത്ത് ഇറപ്ഷൻ. So the tooth germ removed and the follicle intact eruptive pathway still forms inside the bone. അപ്പോൾ ആ ഒരു ഇത് കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് എന്താ പറയുന്നത് ഡെൻറ്റൽ ഫോളിക്കുലർ തിയറിയാണ് ഏറ്റവും മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ ഡെൻറ്റൽ ഫോളിക്കിൾസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിനകത്ത് നിന്ന് നമ്മൾ ആ ടൂത്ത് ജേമിനെ എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് ഒരു സിലിക്കൺ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാലും ആ സിലിക്കൺ മെറ്റീരിയൽ മുകളിലേക്ക് വരുന്നത് കാണാം എന്നുള്ളതാണ് ആ ഒരു ഡെവലപ്പിംഗ് ടൂത്ത് വെൻ ഇനോക്ലിയേറ്റഡ് ആൻഡ് സിലിക്ക റെപ്ലിക്ക ഈസ് പ്ലേസ്ഡ് നോർമൽ ഇറപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടൂത്ത് ജേം റിമൂവ്ഡ് ആൻഡ് ഫോളിക്കിൾ ഇൻടാക്ട് ഇറപ്റ്റീവ് പാത്വേ സ്റ്റിൽ ഫോംസ് ഇൻസൈഡ് ദി ബോൺ. നമ്മൾ ടൂത്തിൻ്റെ ജേമിനെ റിമൂവ് ചെയ്തിട്ടും ആ ഒരു ഫോളിക്കിൾ അവിടെ ഇൻടാക്ട് ആക്കി വെച്ച് കഴിഞ്ഞാലും അതും കറക്റ്റായിട്ട് പാത്വേയിൽ കൂടെ കറക്റ്റായിട്ട് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. അത് കാരണം കൊണ്ട് തന്നെയാണ് ഡെൻറ്റൽ ഫോളിക്കുലർ തിയറിയാണ് ഏറ്റവും മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൈഗ്രേഷൻ ഓർ ഡ്രിഫ്റ്റ് ഓഫ് ടീത്ത്. അപ്പോൾ ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഓറൽ ക്യാവിറ്റിക്കകത്ത് ഒരു പല്ല് മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ ഇല്ലേ, അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടീത്തും അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ടീത്തിലൊക്കെ ആ ഒരു ഭാഗത്തേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിനാണ് നമ്മൾ ടൂത്തിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി മൈനർ ചേഞ്ചസ് ഇൻ ടൂത്ത് പൊസിഷൻ ഒബ്സർവ്ഡ് ആഫ്റ്റർ ഇറപ്ഷൻ ഓഫ് ദി ടീത്ത്. ഓക്കെ, ടൂത്ത് ഇറപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മൈനർ ആയിട്ടുള്ള അങ്ങോട്ടും കൊണ്ടുള്ള ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ മൈഗ്രേഷൻ ഓഫ് ദ ടീത്ത് എന്ന് പറയുന്നത്. സോ ദി ഹ്യൂമൻ ഡെൻറ്റിഷൻ അല്ലെങ്കിൽ ഏതൊരു പ്രിമിറ്റീവ്സിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നാച്ചുറൽ ടെൻഡൻസി ഓഫ് ദ ടീത്ത് ഈസ് ടു മൂവ് ആൻറ്റീരിയർലി. എപ്പോഴും ഒരു ഒക്ലൂസലി പോകാനും അതേപോലെ ഒരു മീസിയൽ ഡയറക്ഷനിലേക്ക് വരാനുമുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഹ്യൂമൻസിനും ഉള്ളത്, അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രിമിറ്റീവ്സിനും ഉള്ളത്. സോ ഹവർ ദി ലോവർ ജോ കുഡ് ഷോ സർട്ടൻ വേരിയേഷൻസ് ലൈക്ക് ഒക്ലൂസൽ ഫോഴ്സിൻ്റെ ആ ഒരു വ്യതിയാനം കാരണം കൊണ്ട് തന്നെ ലോവർ ജോയ്ക്കകത്തുള്ള ടീത്തിൻ്റെ മുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഷോസ് ആൻ ആൻറ്റീരിയർ ഓർ എ മീസിയൽ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി ടീത്ത്. അതുകൊണ്ട് തന്നെയാണ് ആൻറ്റീരിയറിൽ ഒരു ടൂത്ത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റീരിയറിൽ ടീത്ത് ആ ഭാഗത്തേക്ക് നല്ലപോലെ ചെരിഞ്ഞിട്ട് വരുന്നത്. സോ ദ ടൂത്ത് മൈഗ്രേഷൻ ഈസ് യൂഷ്വലി ആസ് എ റിസൾട്ട് ഓഫ് ദി പ്രോക്സിമൽ ആൻഡ് ഓക്ലൂസൽ വിയർ ഓഫ് ദ ടീത്ത്. നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും എന്തുണ്ട് ടൂത്തിൻ്റെ സൈഡൊക്കെയും അട്രീറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അട്രീറ്റഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് കുറേശ്ശെ പോസ്റ്റീരിയറിലുള്ള ടീത്ത് ആൻറ്റീരിയറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീസൺ കാരണം കൊണ്ട് തന്നെയാണ് എപ്പോഴും ഒരു മീസിയലി ഡയറക്റ്റഡ് ആണ് ടൂത്തിൻ്റെ മൂവ്മെൻറ്റ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ടൂത്ത് മൂവ്മെൻറ്റ് ഡ്യൂറിങ് മാസ്റ്റിക്കേഷൻ. നമ്മുടെ ഓറൽ ക്യാവിറ്റിക്കകത്തുള്ള ഈ ഒരു പെരിഡോണ്ടൽ ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ്. പെരിഡോണ്ടൽ ലിഗമെൻറ്റ്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിങ്ങനെ ആങ്കലോസ്ഡ് ആയിട്ടുള്ള ടൂത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യമായിട്ട് കാട്ടിക്ക് ഒരു സാധനം കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചുറ്റുവട്ടത്തുള്ള ആൽവെലർ ബോണ്ടാണ്. അപ്പോൾ ആ ഒരു ആൽവെലർ ബോണ്ടിനുള്ള ആ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദൈവമായിട്ട് എന്തുണ്ടാക്കിയിട്ടുള്ളത് പെരിഡോണ്ടൽ ലിഗമെന്റ്സിനെ അവിടെ വെച്ചിട്ടുള്ളത്. സോ ദാറ്റ് ആക്ട്സ് ആസ് എൻ ഷോക്ക് അബ്സോർബർ. ഓക്കെ, സോ ദി ഡ്യൂറിങ് മാസ്റ്റിക്കേഷൻ ടീത്ത് ആൻഡ് ദി പെരിഡോണ്ടൽ സ്ട്രക്ചേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു എൻ ഇന്റർമീഡിയറ്റ് heavy force which occurs in cycles of 1 second or less and may range from 1 to 50 kg based on the type of food being masticated. നമ്മൾ കഴിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഹെവി ഫോഴ്സ് നമ്മൾ പല്ലിൻ്റെ മുകളിലേക്ക് എപ്പോഴും വരും. സോ ദി ടൂത്ത് subjected to these heavy forces exhibits a slight movement within the socket and subsequently return to its original position as soon as the load is removed. അപ്പോൾ നമ്മൾ ആ ഒരു ബൈറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ തന്നെ എന്തുണ്ട് ആ ഒരു ടൂത്ത് തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ടൂത്ത് ഒന്ന് ഉള്ളിലേക്ക് പോകും, മീൻസ് നമ്മൾ ഒക്ലൂഷൻ വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് വരും. ശരിക്കും ഒരു ഷോക്ക് അബ്സോർബർ പോലെ ഉള്ളിലേക്ക് പോകും, തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് വരും. അതാണ് ഡ്യൂറിങ് മാസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓർത്തഡോണ്ടിക് ടൂത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഓർത്തഡോണ്ടിക് ടൂത്ത് മൂവ്മെൻ്റ് ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുക. എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. സോ ഓർത്തഡോണ്ടിക് ടൂത്ത് മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് prolonged sustained force even of a low magnitude produces a different physiological response which is called as the remodeling of bone. പ്രൊലോങ്ഡ് ആയിട്ട് സസ്റ്റെയിൻഡ് ആയിട്ട് നമ്മളൊരു ചെറിയ തോതിലുള്ള ഒരു ഫോഴ്സ് ആണെങ്കിൽ പോലും പല്ലിൻ്റെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള അതിന് അനുസരിച്ചിട്ടുള്ള ഒരു റീമോഡലിംഗ് പ്രോസസ്സ് പല്ലിൻ്റെ മുകളിൽ നടക്കും. ഈ റീമോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡെപ്പോസിഷൻ ആൻഡ് റിസോപ്ഷൻ. ഈ റിസോപ്ഷനും ഒരേപോലെ ഡെപ്പോസിഷനും നടക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റീമോഡലിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ prolonged and sustained force even of a low magnitude produces a different physiological response which is called as the remodeling of adjacent bone. അപ്പോൾ ഈ ഒരു ഫിനോമിന ഉള്ളത് കാരണം കൊണ്ടാണ് എന്ത് നമുക്ക് ഓർത്തഡോണ്ടിക് ടൂത്ത് മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി അതിന് കുറച്ച് തിയറീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രഷർ ടെൻഷൻ തിയറി, ഷോർട്ട്സ് പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത്തത് ബ്ലഡ് ഫ്ലോ തിയറിയാണ് ബൈ ബീം. മൂന്നാമത്തത് ബോൺ ബെൻഡിങ് തിയറി അഥവാ പീസോ ഇലക്ട്രിക് തിയറി ബൈ ഫോറെ ആൻഡ് ബോംറിൻഡ്. പേര് വായിക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ടല്ലേ, ബോംറിൻഡ്. എന്തായാലും പേര് മറിക്കരുത്, പട്ടിക്കുട്ടികളൊക്കെ കുറയ്ക്കുന്ന പോലത്തെ ഒരു സൗണ്ട് എന്ന് വിചാരിച്ചാൽ മതി. ബോംറിൻഡ്, BAUMRIND, ബോംറിൻഡ്. ഞാൻ തന്നെയാണ് കേട്ടോ ഈ സ്ലൈഡ് ഉണ്ടാക്കിയത്, പക്ഷേ വായിൽ വരുന്നില്ല പേര്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു പ്രഷർ ടെൻഷൻ തിയറി. അപ്പോൾ പ്രഷർ ടെൻഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഷ്വാർട്സ്, whenever a tooth is subjected to an orthodontic force, so whenever a tooth is subjected to an orthodontic force, it results in areas of pressure and tension. മനസ്സിലായില്ലേ? നമ്മളൊരു പല്ലിൻ്റെ മുകളിലേക്ക് ഒരു പ്രഷർ കൊടുത്ത് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ പല്ലിൻ്റെ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും രണ്ട് തരത്തിലുള്ള സോൺസാണ് ഫോം ചെയ്യുക. ഓരോ സ്ഥലത്ത് പ്രഷറും ഉണ്ടാവും, മറ്റേ സ്ഥലത്ത് ടെൻഷനും ഉണ്ടാവും. സോ ദി ഏരിയ ഓഫ് പെരിഡോൺഷ്യം ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദ ടൂത്ത് മൂവ്മെൻറ്റ് ഈസ് അണ്ടർ പ്രഷർ, വൈൽ ദി ഏരിയ ഓഫ് പെരിഡോൺഷ്യം ഓപ്പോസിറ്റ് ടു ദ ടൂത്ത് മൂവ്മെൻറ്റ് ഈസ് അണ്ടർ ടെൻഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ടീത്തിനെ മീസിയലിയാണ് പുഷ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വി ആർ പുഷിങ് ദ ടീത്ത് ഇൻ എ മീസിയൽ ഡയറക്ഷൻ. മീസിയലി ഡയറക്റ്റ് ചെയ്യുമ്പോൾ മീസിയലിയാണ് നമ്മൾ പുഷ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഡിസ്റ്റൽ സൈഡിൽ കൈ വെച്ചിട്ട് മീസിയലിയാണ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് മീസിയൽ സൈഡിലേക്കാണ് പല്ല് മൂവ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ മീസിയൽ സൈഡ്, ദിസ് ഈസ് ദ മീസിയൽ സൈഡ്. അപ്പോൾ മീസിയൽ സൈഡിലേക്ക് പല്ല് മൂവ് ചെയ്യുമ്പോൾ മീസിയൽ സൈഡിലുള്ള പെരിഡോണ്ടൽ ലിഗമെന്റ്സ് കംപ്രസ്ഡ് ആവുകയും ചെയ്യും, മറ്റേ ഭാഗത്തുള്ളത് സ്ട്രെച്ച്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ കംപ്രസ്ഡ് ആയ ഭാഗത്തുള്ളതിനെയാണ് നമ്മൾ പ്രഷർ സൈഡ് എന്ന് പറയുന്നത്, വലിഞ്ഞു നിൽക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ ടെൻഷൻ സൈഡ് എന്ന് പറയുന്നത്. സോ ദി ഏരിയ ഓഫ് പ്രഷർ ഷോസ് ബോൺ റിസോർപ്ഷൻ വൈൽ ദി ഏരിയാസ് ഓഫ് ടെൻഷൻ ഷോസ് ബോൺ ഡെപ്പോസിഷൻ. മനസ്സിലായില്ലേ? പ്രഷറുള്ള ഭാഗത്ത് എന്ത് വരും? റിസോർപ്ഷനും നടക്കും, ടെൻഷനുള്ള ഭാഗത്ത് ഡെപ്പോസിഷനും നടക്കും. സോ ഡോണ്ട് വറി. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൽവലാർ ബോൺ കാണാം, ആ ഒരു യെല്ലോ കളറിനകത്ത്. അതേപോലെ ആ ഒരു റെഡ് കളറിനകത്ത് കാണുന്നത് നമ്മുടെ പെരിഡോൺഷ്യമാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആണിയടിച്ച പോലെ നിൽക്കുന്നത് നമ്മളുടെ പല്ലു. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാണ്? വി ആർ ഗോയിങ് ടു പുഷ് ഇറ്റ്. സോ വെൻ യു പുഷ്, വാട്ട് ഹാപ്പൻസ് ഈസ് ടൂത്ത് ദേ ഇതുപോലെ ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും ഭാഗത്തുള്ള ആ ഒരു ഇങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഭാഗത്ത് കണ്ടില്ലേ, ആ ഭാഗത്ത് എന്താണ്? കംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഏരിയ ഈസ് അണ്ടർ പ്രഷർ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താവും? സ്ട്രെച്ച്ഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? കംപ്രസ്ഡ് ആണ്. അപ്പോൾ ഇവിടെയാണ് പ്രഷർ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എന്ത് വരും? ഈ ഭാഗത്തുള്ള ആൽവലാർ ബോണിന് റിസോർപ്ഷൻ സംഭവിക്കും. ഈ ഭാഗത്ത് കണ്ടില്ലേ, വലിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ, അപ്പോൾ ആ ഭാഗത്ത് എന്താ വരിക? ടെൻഷനാണ്. സോ ഈ ഭാഗത്ത് ഡെപ്പോസിഷനും ആയിരിക്കും നടക്കുക. സോ whenever a tooth is subjected to a force, in whichever direction you are pushing the teeth, ആ ഒരു ഭാഗത്തുള്ള പ്രഷറിലും വരും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ടെൻഷനിലും വരും. പ്രഷറിലുള്ള ഭാഗത്ത് ബോൺ ഡെപ്പോസിഷനും ഉണ്ടാവും, ടെൻഷനിലുള്ള ഭാഗത്ത് ബോണ് റിസോർപ്ഷനും ഉണ്ടാവും. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഷ്വാർട്സ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രഷർ ടെൻഷൻ തിയറി ആയിട്ട്. ഓക്കെ, സോ ഈ സൈഡിൽ പ്രഷർ ഉണ്ട്, ആ സൈഡിൽ റിസോർപ്ഷൻ നടക്കും, ഇപ്പുറത്തെ സൈഡിൽ ടെൻഷൻ ഉണ്ട്, ആ ഭാഗത്ത് ഡെപ്പോസിഷനും നടക്കും. ഓക്കെ, അടുത്തത് ഫ്ലൂയിഡ് ഡൈനാമിക് തിയറി. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബ്ലഡ് ഫ്ലോ തിയറി. ഇതിൻ്റെ മറ്റൊരു പേരാണ് ബ്ലഡ് ഫ്ലോ തിയറി എന്നുള്ളത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി, tooth movement results of alterations in the fluid dynamic in the periodontal ligaments. ഈ ഒരു തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെരിഡോണ്ടൽ ലിഗമെൻ്റ് ഒക്കെ നിൽക്കുന്നുണ്ട്. പെരിഡോണ്ടൽ ലിഗമെൻ്റ് ഒക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതിന് ചുറ്റോറും ഒരു ഫ്ലൂയിഡ് ഉണ്ട്. നമ്മുടെ GCF എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ജിഞ്ചൈവൽ സെർവൈക്കൽ ഫ്ലൂയിഡ്സ് ഒക്കെ ഇല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരുപാട് ഫ്ലൂയിഡ് സിസ്റ്റംസ് GCF തന്നെ കാര്യമായിട്ട് അത് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ പല്ലിനായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ആ ഭാഗത്തേക്ക് പ്രഷർ ചെല്ലുമ്പോൾ ആ ഭാഗത്തുള്ള GCF ഫ്ലൂയിഡും ഒക്കെ പാടെ അങ്ങനെ പുറത്തേക്കാണ് പോകും. അപ്പോൾ നമ്മൾ ടൂത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നോർമൽ കണ്ടീഷനകത്ത് ഫിസിയോളജിക്കൽ ടൂത്ത് മൂവ്മെൻറ്റിനകത്ത് ഡ്യൂറിങ് മാസ്റ്റിക്കേഷൻ്റെ സമയത്ത് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, ഒന്ന് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും. തിരിച്ച് ഒക്ലൂസൽ ഫോഴ്സ് ആ ഒരു ബൈറ്റ് റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂയിഡൊക്കെ പാടെ തിരിച്ചിങ്ങോട്ട് വരും. അതാണ് നോർമലി സംഭവിക്കുക. പക്ഷേ നമ്മളൊരു ഓർത്തോഡോണ്ടിക് ഫോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ് അപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, ഫോഴ്സ് വിഡ്രോവലില്ല, തിരിച്ചെടുക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് കാരണം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ടൂത്ത് മൂവ്മെൻറ്റ് നടക്കണേ എന്നുള്ളതാണ് നമ്മളുടെ
ബ്ലഡ് ഫ്ലോ തിയറി പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ ടൂത്ത് മൂവ്മെന്റ് റിസൾട്ട്സ് ഓഫ് ഓൾട്ടറേഷൻസ് ഇൻ ദ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഇൻ ദി പെരിഡോണ്ടൽ ലിഗമെന്റ്. So the periodontal space contains a fluid system made up of interstitial fluid, blood vessels and viscous ground substance in addition to the periodontal fibers. അപ്പോൾ നമ്മുടെ പല്ലിന് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പെരിഡോണ്ടൽ ഫൈബേഴ്സ് മാത്രമല്ല ഉള്ളത്, അവിടെ എന്തൊക്കെയുണ്ട്? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, വിസ്കസ് ഗ്രൗണ്ട് സബ്സ്റ്റൻസും ഉണ്ട്. ഈ 3 സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയും ഒരു ഓൾട്ടറേഷൻ സംഭവിക്കുന്ന കാരണം കൊണ്ടാണ് അവിടെ ടൂത്ത് മൂവ്മെന്റ് പോസിബിൾ ആവണേ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സോ ദിസ് ക്രിയേറ്റ് ആൻ യുണീക്ക് ഹൈഡ്രോഡൈനാമിക് കണ്ടീഷൻ resembling a hydraulic mechanism and acts as a shock absorber. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പെരിഡോണ്ടൽ ലിഗമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഷോക്ക് അബ്സോർബർ പോലെയാണെന്നുള്ളത്. പെരിഡോണ്ടൽ ലിഗമെന്റ്സ് മാത്രമല്ല ചുറ്റോറുള്ള ഈ ഒരു ഫ്ലൂയിഡ്സും എല്ലാം കൂടെ ആക്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ഷോക്ക് അബ്സോർബർ ലെവലിലേക്ക് വരുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ആൽവലാർ ബോണിൻ്റെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ, ഒക്ലൂസൽ സർഫസ് ഇല്ല. സോ വാട്ട് യു ആർ ലുക്കിംഗ് അറ്റ് റൈറ്റ് നൗ ഈസ് ദി റൂട്ട് ആൻഡ് ഈ ഭാഗത്ത് കാണുന്ന ഇതാണ് നമ്മുടെ പല്ല്, ഈ കാണുന്നത് 2 ലൈനായിട്ട് കാണുന്നത് നമ്മുടെ പെരിഡോണ്ടൽ ലിഗമെന്റ്സും ആണ്. ഇതിന് ചുറ്റും നമുക്ക് കുറേ ജിഞ്ചൈവൽ, സെർവിക്കൽ, ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് ഉണ്ട്. സോ വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ്, അതിന് മുമ്പ് നമുക്ക് കാര്യം നോക്കാം. അപ്പോൾ പുതിയൊരു ആനിമേഷൻ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ടൂത്ത്, ഇത് നമ്മുടെ പെരിഡോണ്ടൽ ലിഗ്മെന്റ്സ്, ബ്ലഡ് വെസൽസ് ആൻഡ് ദിസ് ഈസ് ദി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. ഇവിടെ മാത്രമല്ല ഈ സൈഡിലുണ്ട്. ഫോർ ദ ടൈം ബിങ് ലെറ്റ് ജസ്റ്റ് കൺസിഡർ ഇൻ ദിസ് പർട്ടിക്കുലർ റീജിയൻ, കാരണം ഞാൻ ടൂത്തിന് ആ ഭാഗത്തേക്കാണ് പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൂത്തിന് ആ സൈഡിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പെരിഡോണ്ടൽ ലിഗ്മെന്റ്സ് ആ സൈഡിലുള്ളത് കംപ്രസ്ഡ് ആവുന്നു. അപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് ഫുള്ള് നാനാ ഭാഗത്തേക്ക് ചെതറി പോകുന്നു. ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് ഫുള്ള് ഔട്ട്സൈഡിലേക്കും, അതായത് കൂടുതലായിട്ടും അപ്പെക്സിലേക്കും അതേപോലെ ഒക്ലൂസൽ സർഫസിലേക്കുമാണ്, സെർവൈക്കൽ റീജിയനിലേക്കും അതേപോലെ അപ്പൈക്കൽ റീജിയനിലേക്കും 2 ഭാഗത്തേക്കായിട്ട് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആ ഭാഗത്തുള്ള ബ്ലഡ് വെസൽസ് കംപ്രസ്ഡ് ആവും. ബ്ലഡ് വെസൽസ് കംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ എന്ത് വരും? ഒരു ബലൂണിങ് പോലെ വരും. അപ്പോൾ ആ ഭാഗത്തുള്ള ഒരു സ്റ്റീനോസിസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ ഒരു കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് പെരിഡോണ്ടൽ ലിഗമെന്റ്സ് കംപ്രസ്ഡ് ആയി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് 2 ഭാഗത്തേക്ക് പോയി അല്ലേ. 2 ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് ഒരു ഫിലിം പോലെ, തിന്നായിട്ടുള്ള ഒരു ഫിലിം പോലെ നിൽക്കും. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണാം, ഈ ഒരു ഒക്ലൂസൽ സെർവൈക്കൽ മാർജിനകത്തും അതേപോലെ അപ്പൈക്കൽ റീജിയനകത്തും 2 ഭാഗത്തും ചെറിയ തോതിൽ നിൽക്കുന്ന ഒരു കളക്ട് ചെയ്ത് നിൽക്കുന്ന കാരണം ഇതിനാണ് നമ്മൾ സ്ക്വീസ് ഫിലിം എന്ന് പറയുന്നത്. സ്ക്വീസ് ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വീസ് ഫിലിം മാത്രമല്ല ഉള്ളത്, ഈ ഭാഗത്തുള്ള നമ്മുടെ ബ്ലഡ് വെസൽസും അതിൻ്റെ ഒപ്പം ഇറിറ്റേറ്റഡ് ആണ്, കംപ്രസ്ഡ് ആണ്. ബ്ലഡ് വെസൽസ് കംപ്രസ് ആയി കഴിഞ്ഞാൽ അതിനകത്തുകൂടെ ബ്ലഡ് പുറത്തേക്ക് വരാണ്ട് നമ്മൾ അങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഞെക്കി പിടിച്ചതിൻ്റെ തൊട്ട് ബാക്ക് ഭാഗത്ത് ചെറിയൊരു ബലൂണിങ് പോലെ ഉണ്ടാവും. ഈ ഒരു ബലൂണിങ്ങിനെയാണ് നമ്മൾ സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീനോസിസും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഓക്സിജൻ സപ്ലൈ കട്ടാവാൻ തുടങ്ങും, ഡിക്രീസ്ഡ് ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ആ ഭാഗത്ത് എന്ത് വരികയാണ്? ഒരു ഓൾട്ടറേഷൻ ഇൻ ദി കെമിക്കൽ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ എൻവിറോൺമെൻറ്റിലുള്ള ഈ ഒരു ഓൾട്ടറേഷൻ കാരണം കൊണ്ട് ആ ഭാഗത്ത് ഓസ്റ്റിയോക്ലാസ്റ്റിക് ഫോർമേഷൻ ഉണ്ടാവും, ബോൺ റീമോഡൽ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ടൂത്ത് ഇതാ നോക്കണം, നമ്മുടെ പെരിഡോണ്ടൽ ലിഗമെന്റ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് ഉണ്ട്. നമ്മൾ ടൂത്തിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്യുന്ന സമയത്ത് പെരിഡോണ്ടൽ ലിഗമെന്റ്സ് കംപ്രസ്ഡ് ആവണം, ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് നാനാ ഭാഗത്തേക്ക് പോകുന്നു. ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് സെർവൈക്കൽ ഭാഗത്തേക്കും അതേപോലെ അപ്പൈക്കൽ ഭാഗത്തേക്കുമാണ്. അപ്പോൾ വൺസ് അവിടെ പോയി കഴിഞ്ഞാൽ അത് ടൂത്ത് മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. കാരണം ആ ഒരു സ്ക്വീസ് ഫിലിം എന്നാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നതിനെ പറയാം. ഇതിനെയാണ് സ്ക്വീസ് ഫിലിം ഫോംഡ് എന്ന് പറയുന്നത്. ഒരു സ്ക്വീസ് ഫിലിം എഫക്റ്റാണ് ഇത് കേട്ടോ. അപ്പോൾ വൺസ് ഇത് മാത്രമല്ല, ഈ ഭാഗത്തുള്ള കാണാം, ഈ ഭാഗത്തുള്ള ബ്ലഡ് വെസൽസിൻ്റെ മുകളിലേക്കും കംപ്രസ്ഡ് ആണ്. സോ ബ്ലഡ് വെസൽസ് കംപ്രസ്ഡ് ആവും. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ബാക്കിൽ ചെറിയൊരു ബലൂണിങ് പോലെ ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും. അതിനാണ് സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. വൺസ് ഇങ്ങനെ ഈ ഒരു കംപ്രഷനൊക്കെ കാരണം കൊണ്ട് എന്ത് വരും? ഇതിനകത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവുന്നു. അതോടുകൂടി തന്നെ ഓക്സിജൻ സപ്ലൈ കട്ടാവുകയാണ്. വൺസ് ദി ഓക്സിജൻ സപ്ലൈയും ബ്ലഡ് സപ്ലൈയും കട്ടാവുന്നതോട് കൂടിയിട്ട് ആ ഭാഗത്തുള്ള കെമിക്കൽ എൻവിറോൺമെൻറ്റിന് തന്നെ മൊത്തത്തിലൊരു ഓൾട്ടറേഷൻ സംഭവിക്കുകയാണ്. ഈ ഒരു ഓൾട്ടറേഷൻ കാരണം കൊണ്ട് ഈ സൈഡിൽ ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നു. ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നത് കാരണം കൊണ്ട് എന്ത് ചെയ്യും? ബോൺ റിസോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനാണ് ബോൺ റീമോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദാറ്റ്. സോ വെൻ വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ്, interstitial fluid squeezed and moved towards the apex and the cervical margin. അതിനാണ് നമ്മൾ സ്ക്വീസ് ഫിലിം എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് വെസൽസ് trapped inside the fibers
സ്റ്റീനോസിസ് ആൻഡ് അന്യൂറിസം ഓഫ് ദി ആ ഒരു ബലൂണിങ് എഫക്റ്റ് പോലെ ഉണ്ടാവും. ഡിക്രീസ്ഡ് ഓക്സിജൻ സപ്ലൈ ആൻഡ് ഓൾട്ടറേഷൻ ഇൻ ദി കെമിക്കൽ എൻവിറോൺമെൻറ്റ് ലീഡിങ് ടു എ ഓസ്റ്റിയോക്ലാസ്റ്റിക് ഫോർമേഷൻ ആൻഡ് ബോൺ റീമോഡലിംഗ് ഹാപ്പൻസ്. അപ്പോൾ ഇങ്ങനെയാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബോൺ റീമോഡലിംഗ് തിയറിക്കകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ബൈ ബീൻ. ഓക്കെ, അപ്പോൾ അടുത്തത് ബോൺ ബെൻഡിങ് തിയറി അഥവാ പീസോ ഇലക്ട്രിക് തിയറിയാണ്. ഈ ഒരു തിയറിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് എന്ന് പറയുന്നത്, പല്ലല്ല എല്ല് എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കാർബൺ, വെറും ഒരു കാർബൺ മോളിക്യൂൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഒരുപാട് അയോൺസും അതുപോലെ കാറ്റം അയോൺസും ആ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനെയാണ് നമ്മൾ കാർബൺ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാരണം കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ടൂത്തിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൽവിലാർ ബോൺ ഒന്നിങ്ങനെ ബെൻഡാവും. ആൽവിലാർ ബോൺ ബെൻഡായി കഴിഞ്ഞാൽ ഈ ഒരു നമുക്കറിയാം നമ്മുടെ ബ്രെയിനകത്ത് നിന്ന് ഒരു സിഗ്നൽ പോകുന്നത് എങ്ങനെയാണ്? കാൽഷ്യം ചാനൽസും പോസിറ്റീവും നെഗറ്റീവും സോഡിയം ചാനലും ഒക്കെ പൊട്ടാസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത് കാരണം കൊണ്ടാണ് ആക്സിയോൺ സിനാപ്സിസിനകത്ത് കൂടെ ആ ഒരു നെർവിൻ്റെ ഇമ്പൾസ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ആൽവിലാർ ബോൺ ബെൻഡാകുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്കും വരും, നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ മറ്റേ ഭാഗത്തേക്കും പോകും. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് വായിച്ചു നോക്കാം. സോ ദ പീസോഇലക്ട്രിക് ഈസ് എ ഫിനോമിനൻ ഒബ്സർവ്ഡ് ഇൻ മെനി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ഇൻ വിച്ച് എ ഡീഫോർമേഷൻ of the crystalline structure produces a flow of electric current as a result of the displacement of the electrons from one part of the crystalline lattice to another. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആൽവിയോലാർ ബോണിൻ്റെ ആ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഇങ്ങനെ ചെരിയുന്ന സമയത്ത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ആകുന്നത് കാരണം കൊണ്ട് അതിനകത്തുള്ള പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും രണ്ട് ഭാഗത്തേക്കായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിനുള്ള സോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ ഒരു കാർബൺ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കൊളാജൻസ് ഉണ്ട്, ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്സ് ഉണ്ട്, കൊളാജൻ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിന് ആ ഒരു ഇൻ്റർഫേസ് ഉണ്ട്, ആൻഡ് മ്യൂക്കോ പോളിസാക്കറൈഡ്സ് ഉണ്ട്, ഫ്രാക്ഷൻ ഓഫ് ഗ്രൗണ്ട് സബ്സ്റ്റൻസസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാതുമാണ് എന്തിന് ആ ഒരു ഇലക്ട്രിക് ഇമ്പൾസ് പോലത്തെ ആ ഒരു സിഗ്നൽസ് ഫോം ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. ആൻഡ് ദീസ് ഹാവ് 2 യൂണീക്ക് ഫീച്ചേഴ്സ്. ഈ ഒരു പീസോ ഇലക്ട്രിക്കിനകത്ത് 2 യൂണീക്ക് ഫീച്ചേഴ്സ് ആണുള്ളത്. ഒരെണ്ണം ക്വിക്ക് ഡീക്കേ റേറ്റ് ആണ്. നമ്മൾ ബോണിനെ ബെൻഡ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു സംഭവം സംഭവിക്കും, തിരിച്ചും ഘടന വരും. ക്വിക്ക് ഡീക്കേ റേറ്റ് ആണ്. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇക്വലന്റ് സിഗ്നൽ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ വെൻ ദ ഫോഴ്സസ് ആർ റിലീസ്ഡ്. അപ്പോൾ നമ്മളൊരു 5 ഗ്രാം ഫോഴ്സ്, ഒരു 50 ഗ്രാം ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആൽവിയോലാർ ബോൺ ഒന്ന് ബെൻഡാവും. ബെൻഡായ സമയത്ത് തന്നെ ഈ ഒരു ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആ ഒരു സിഗ്നൽസും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം പ്രൊഡ്യൂസ് ചെയ്യും, തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് തന്നെ വരും. വൺസ് നമ്മൾ ആ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ ചാടാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങോട്ട് ചാടി വൺസ് ആ ഒരു ഫോഴ്സ് മാറിക്കഴിഞ്ഞാൽ തിരിച്ചും ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ 2 യൂണീക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ ടു പുട്ട് ഇറ്റ് സിമ്പിൾ, ദി പീസോ ഇലക്ട്രിക് സിഗ്നൽസ് ഈസ് ക്രിയേറ്റഡ് ഇൻ റെസ്പോൺസ് ടു ദി ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്തോ അവിടെ പീസോ ഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണത്. ഇപ്പോൾ നമുക്ക് 2 സൈഡിൽ കാണുന്നത് ആൽവിയോലാർ ബോൺസ് ആണ്. ഇതിൻ്റെ നടുവിലാണ് ആരുള്ളത്? ടൂത്ത് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആൽവിയോലാർ ബോൺ ഇത് ഇങ്ങനെ ചെരിഞ്ഞേക്കും. ശരിയല്ലേ? ഇങ്ങനെ ചെരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഇതിന് 2 സൈഡ് ഉണ്ട്. ഓരോ സൈഡ് ഓഫ് ദി ആൽവിയോലാർ ബോണിനും 2 സൈഡ് ഉണ്ട്. അതായത് ഈ ആൽവിയോലാർ ബോൺ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു വശമുണ്ട്, ഇതിൻ്റെ ഇൻസൈഡിലൊരു വശമുണ്ട്. ഈ ആൽവിയോലാർ ബോണിനെ നോക്കുകയാണെങ്കിൽ ഇതിന് ഔട്ട് സൈഡും ഉണ്ട്, ഇതിൻ്റെ ഈ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺകേവ് സൈഡും ഇതാണ് നമ്മുടെ കോൺവെക്സ് സൈഡും. ദിസ് ഈസ് ദ കോൺവെക്സ്, സോറി ഞാൻ ഉൾട്ടയാണ് പറഞ്ഞത്. സോ ദിസ് ഈസ് ദ കോൺവെക്സ് ആൻഡ് ദിസ് ആർ ദി കോൺകേവ്. ഇനി ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണോ കോൺവെക്സ് ആയിട്ടുള്ളത് ആ ഭാഗത്ത് ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും. എവിടേക്കാണോ കോൺകേവ് ആയിട്ടുള്ളത് അവിടെയൊക്കെ പോസിറ്റീവ് സിഗ്നൽസ് ആയിരിക്കും. ഇതിന് മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജസ് എവിടേക്കാണോ അവിടെയൊക്കെയും റിസോപ്ഷൻ നടക്കും. പോസിറ്റീവ് ആയിട്ട് എവിടേക്കാണോ ഉള്ളത് അവിടെയൊക്കെ ഡെപ്പോസിഷൻ നടക്കും. ഉദാഹരണം പറഞ്ഞാൽ കാൽഷ്യം പ്ലസ് ആണ് അല്ലേ, Ca+ അല്ലേ, കാൽഷ്യം പ്ലസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചാർജസ് ഒക്കെ അങ്ങോട്ട് പോകുന്ന സമയത്ത് കാൽഷ്യം ഒക്കെ ആ സൈഡിലേക്കും പോകും. ബാക്കിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണുള്ളത് അതൊക്കെയും ഇപ്പുറത്തെ ഒരു നെഗറ്റീവ് സൈഡിലേക്കും വരും. അതായത് നമ്മുടെ കോൺവെക്സ് ഭാഗത്തേക്കും വരും. അപ്പോൾ കോൺവെക്സ് ഭാഗത്തേക്ക് വരുന്നതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. കാൽഷ്യം പോസിറ്റീവ് ആയത് കാരണം കൊണ്ട് അത് മൊത്തം കോൺകേവിറ്റീസിലേക്കും വരും. അപ്പോൾ കോൺകേവിറ്റീസ് ഉള്ള ഭാഗത്ത് മൊത്തം ഡെപ്പോസിഷൻ നടക്കും. നെഗറ്റീവ് കോൺവെക്സ് എവിടേക്കാണോ ആ ഭാഗത്തൊക്കെയും റിസോപ്ഷൻ നടക്കും എന്നുള്ളതാണ് നമ്മുടെ ബൂം റേറ്റ്.
ആ പുള്ളിക്കാരനും ഫ്രോയിഡ്, രണ്ടാൾക്കാരും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇതിന് ഈ ഒരു തിയറി അത്ര അധികം അക്സെപ്റ്റഡ് അല്ല. കാരണം പീസോ ഇലക്ട്രിക് സിഗ്നൽസ് എന്ന് പറയുന്നത് അത്ര ഒരു വൈബ്രേഷൻ പോലെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. കാരണം ക്വിക്ക് ഡീക്കേ റേറ്റ് നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഉണ്ടാകും, അത് കഴിഞ്ഞാൽ തിരിച്ചും കടന്നു വരും. പക്ഷേ നമ്മൾ ഓർത്തഡോണ്ടിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫോഴ്സ് ആണ്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രമേ, അതായത് ഇങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത്, അതായത് ഒന്ന് ബെൻഡ് ചെയ്ത് തിരിച്ചെടുക്കുക, തിരിച്ച് ബെൻഡ് ചെയ്ത് തിരിച്ചെടുക്കുക, ഈ ഒരു സമയത്ത് മാത്രമേ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്ന് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. പക്ഷേ നമ്മുടെ ഓർത്തഡോണ്ടിക് ഫോഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫോഴ്സ് ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് അത്ര അക്സെപ്റ്റബിൾ അല്ല. ഏറ്റവും അക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ബ്ലഡ് ഫ്ലോ തിയറി അല്ലെങ്കിൽ ഹൈഡ്രോഡൈനാമിക് ആ ഒരു തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ചെറിയ ടോപ്പിക്ക് വെച്ചിട്ട് നിർത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഞാൻ ബാക്കിയുള്ള ആ ഒരു ബയോ മെക്കാനിക്കൽ ആ ഒരു ഏരിയാസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറേ സമയം വേണം, കുറേ സമയമല്ല എടുക്കും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. So stay tuned. If you have any doubts, please don't hesitate to put in our comment box. കമൻ്റ് ആയിട്ട് ഇടുക. അതല്ല എനിക്ക് പേഴ്സണലി മെസ്സേജ് ആയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ശരി, പഠിക്കുക. ഇനി ഇത് ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കും കൂടി ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. ഓക്കെ, എനിക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത്. അത് കാരണം കൊണ്ടാണ് പരമാവധി നമ്മൾ ഈ ഒരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെയും വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വായിക്കുക. Good night.